ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. കൊറോണക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ എപ്പോഴും റെസ്റ്റോറൻറ്റിലൊന്നും പോയി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണല്ലോ. റെസ്റ്റോറൻറ്റ് നിങ്ങൾ 2 പേർക്ക് ചിലവഴിക്കുന്ന അതേ റേറ്റിൽ നമുക്ക് 10 പേർക്കുള്ള ചിക്കൻ നൂഡിൽസ് അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പം നാത്തൂൻസ് സ്റ്റൈലിൽ ഈ നൂഡിൽസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ 5 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/4 കിലോളം വരുന്ന ബീൻസും 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും വളരെ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഞാൻ ജൂലിയൻ കട്ട് രീതിയിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. സവാളയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്താണ് നമ്മൾ നൂഡിൽസിലേക്ക് ഇടുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ആദ്യം 2.5 ടീസ്പൂൺ തൈരും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 250 ഗ്രാമോളമുള്ള ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുക. ഈ സമയത്ത് നമുക്ക് നൂഡിൽസിന് വേണ്ട ബാക്കി ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ ബീൻസ് ഒന്ന് വഴറ്റിയെടുക്കാം. ബീൻസിന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ട് വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ബീൻസ് വേവുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിൽ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. സവാളയൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നൂഡിൽസിന് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എല്ലാ ചിക്കനും ഇവിടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള മുട്ട കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിവിടെ 10 പേർക്കുള്ള നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുള്ളൂ. ഒരു 7-8 മുട്ടയൊക്കെ എടുക്കുവാണെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ 1 കിലോയുടെ നൂഡിൽസ് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും പാക്കറ്റിലെ ഓരോ നൂഡിൽസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി ചേരുവകളൊക്കെ റെഡിയാക്കിയതിന് ശേഷം നൂഡിൽസ് വേവിക്കാൻ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ നൂഡിൽസ് ഇരുന്ന് കട്ടിയാവാനും കൂടുതൽ വെന്ത് പോകാനും ഉള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നൂഡിൽസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് വെന്തോന്നറിയാൻ വേണ്ടി ഒരു ചെറിയ പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് മുറിച്ച് നോക്കുക. മുറിച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അത് മുറിഞ്ഞു പോരുകയാണെങ്കിൽ നൂഡിൽസ് നന്നായി വെന്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും ചിക്കനും മുട്ടയെല്ലാം കൂടെ നൂഡിൽസിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നൂഡിൽസിലേക്ക് മസാലയും ചിക്കനും മുട്ടയൊക്കെ ഓരോ ലെയറുകളായിട്ട് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ മസാലക്കൂട്ട് നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ഫംഗ്ഷനൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത്.
ഇത് വളരെ ടേസ്റ്റിയാണെന്ന് മാത്രമല്ല നമ്മൾ അജിനോമോട്ടോ ചേർക്കാത്തതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ മറ്റൊരു കിടുക്ക റെസിപ്പിയായിട്ട് ഞങ്ങൾ നാത്തൂൻസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.